السلام عليكم ورحمة الله وبركاته. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمدلله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير عملا. صدق الله مولانا العلي العظيم. وقال النبي صلى الله عليه وسلم: مر الصبي بالصلاة إذا بلغ 7 سنين وإذا بلغ 10 سنين فاضربوه عليها أو كما قال رسول الله صلى الله عليه وسلم. വളരെ ബഹുമാനവും ആദരവും സ്നേഹവും നിറഞ്ഞ ഈ മഹത്തായ മജ്ലിസിന് നേതൃത്വം നൽകുന്ന നമ്മുടെ എല്ലാവരുടെയും അഭയകേന്ദ്രവും കൂടിയായ ബഹുവന്യരായ സയ്യിദ് അവറുകൾ, വേദിയിലുള്ള KB മദനി ഉസ്താദ്, മറ്റു ഉസ്താദുമാർ, നമ്മുടെ ഉമറാക്കളായ മദ്യനടക്ക ആചാർ, അതുപോലെ മുഹമ്മദ് ആചാർ, അങ്ങനെയുള്ള നേതാക്കളെ, നല്ലവരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജ ഗരീബ് നവാസ് മുഈനുദ്ദീനുൽ ജിസ്തി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനുഭാവന്റെ ആത്മീയമായ നേതൃത്വമുള്ള ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയത് ഒരു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ. ഈ സദസ്സിലെത്തിച്ചേർന്ന എല്ലാവരുടെ സർവ്വ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു നീക്കിത്തരട്ടെ. എല്ലാ രോഗങ്ങൾ അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. സകല മാരകമായ രോഗങ്ങളെ തൊട്ട് അല്ലാഹു നമ്മയും ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയവരെയും കാത്ത് സലാമത്താക്കട്ടെ. ഇതിന്റെ തത്തുല്യമായ കൂലി നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന്, ഉസ്താദുമാരിൽ നിന്ന് മൺമറഞ്ഞു പോയ എല്ലാവരുടെ ഹദ്റത്തിലേക്കും അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. സുദീർഘമായൊരു പ്രഭാഷണം ഞാൻ നടത്തുന്നില്ല. നിങ്ങളെല്ലാവരും ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ ദുആ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇവിടെ വന്നത്. അതുപോലെ തന്നെ ഇടക്കിടക്ക് ഞാനും തങ്ങളെ അരികിലേക്ക് വരാറുണ്ട്. അൽഹംദുലില്ലാഹ്, നമുക്കെല്ലാവർക്കും അതിന്റെ ഗുണവും കിട്ടാറുണ്ട്. അതുകൊണ്ട് ആ തങ്ങളവറുകൾ പറയുന്നത് വരെ ഒരല്പസമയം ദീനിയായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. എല്ലാ പ്രയാസങ്ങൾക്കും വിഷമങ്ങൾക്കും രോഗങ്ങൾക്കും പരിഹാരം ഇഖ്ലാസ് ഉണ്ടെങ്കിൽ ആത്മീയമായ മജ്ലിസാണ്. നമ്മുടെ മനസ്സിൽ എത്രമാത്രം ആ അല്ലാഹുവിന്റെ ദിക്റുമായി മഹാന്മാരുമായി സ്നേഹബന്ധമുണ്ടോ
അതിന് നേതൃത്വം നൽകുന്ന ആദരണീയരായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കിടാങ്ങളായ സയ്യിദന്മാരുമായി എത്ര കണ്ട് ബഹുമാനമുണ്ടോ അത്ര കണ്ട് നമുക്കത് ഫലം ചെയ്യും. കേവലം അവരുടെ മുമ്പിൽ കാട്ടിക്കൂട്ടുന്ന ഒരു ആദരവ് പ്രകടിപ്പിക്കുന്നതിൽ ഉപരി നമ്മുടെ മനസ്സാന്തരങ്ങളിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരക്കിടാങ്ങളോട് സയ്യിദന്മാരോട് വല്ലാത്ത ബഹുമാനവും സ്നേഹവും വേണം. പ്രത്യേകിച്ച് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ഒരു രക്തബന്ധമുള്ളവരാണ് സയ്യിദന്മാർ. അവരോട് സ്നേഹം എന്നുള്ളത് ഒന്നാമതായി നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. മനസ്സിന്റെ ഉള്ളിൽ നമുക്ക് സ്നേഹമില്ലാതെ അവരുടെ മുമ്പിൽ മാത്രം കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾക്ക് അല്ലാഹുവിന്റെ അരികിൽ വലിയ സ്വീകാര്യതയൊന്നും ഇല്ല. മഹാനായ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ദുൽഖുവൈസിറ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗനീമത്ത് മുതൽ ഓഹരി ചെയ്യുന്ന സമയത്ത് ഹബീബായ തങ്ങൾ ആ മുതലുകളെല്ലാം സ്വഹാബത്തിന് വീതിച്ചു കൊടുക്കുന്ന സമയത്ത് ആ ദുൽഖുവൈസിറ എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞു, യഅദിൽ യാ മുഹമ്മദ്, മുഹമ്മദേ നീ നീതി പാലിക്കുക. അല്ലാഹുവിന്റെ ഹബീബിനോട് അങ്ങനെ ഒരു വാക്ക് മുമ്പിൽ പ്രകടിപ്പിച്ചപ്പോ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വാളെടുത്ത് ആ മനുഷ്യനെ വെട്ടാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ ഹബീബായ തങ്ങൾ പറഞ്ഞു, നീ ഒഴിവാക്കൂ, അദ്ദേഹത്തെ വിടൂ ഉമർ. ഹബീബായ തങ്ങൾക്ക് പോലും ദേഷ്യം വന്ന ഒരു സന്ദർഭമായി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഈ സംഭവം വിവരിക്കുന്നത് കാണാം. തങ്ങൾ ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിച്ചു, ഞാൻ നീതി പുലർത്തിയിട്ടില്ലെങ്കിൽ ആരാണ് ഇവിടെ നീതി പുലർത്തുക എന്ന് ഹബീബായ തങ്ങളും ദേഷ്യത്തോടെ ചോദിച്ച ഒരു സന്ദർഭമാണ്. എന്നിട്ട് ഹബീബായ തങ്ങൾ പറഞ്ഞു സ്വഹാബത്തിനോട്, ഇവന്റെ തലമുറ പിന്നീട് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. അവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ മഹാന്മാരെ നിസ്സാരപ്പെടുത്തുക എന്നുള്ളതാണ്. അവരുടെ ഖൽബിൽ ഈമാനില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങളെക്കാളും നമസ്കാരം കൊണ്ട് അവർ മുന്തിയവരായിരിക്കാം, നിങ്ങളെക്കാളും ഖുർആൻ ഓതുകൊണ്ട് അവർ ഉയർന്ന സ്ഥാനത്തായിരിക്കാം. പക്ഷേ വലൈസ ഫീ ഖൽബിഹിം ഈമാൻ, അവരുടെ ഖൽബിൽ ഈമാൻ ഉണ്ടാവുകയില്ല. മഹാന്മാരായ ഔലിയാക്കളെ, സയ്യിദന്മാരെ, ആലിമീങ്ങളെ ബഹുമാനിക്കാത്ത ഒരു വിഭാഗം ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകുമെന്ന് ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, നാം എല്ലാവരും മനസ്സുകൊണ്ട് തങ്ങളവറുകളെ അല്ലെങ്കിൽ സയ്യിദന്മാരെ, ആലിമീങ്ങളെ, അല്ലാഹുവിന്റെ ആരിഫീങ്ങളെ ബഹുമാനിക്കുന്നവരാണ്. അങ്ങനെ തന്നെ ആകണം. കാരണം മഹാന്മാര് കിതാബുകളിൽ പറയുന്നുണ്ട്, ഒരു മനുഷ്യന്റെ മക്കൾ നന്നാകണമെങ്കിൽ അവന് വേണ്ട ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് മഹാന്മാരെ ബഹുമാനിക്കുക എന്നുള്ളത്.
കിതാബുകളിൽ പണ്ഡിതന്മാര് പറയുന്നു, എത്രത്തോളം ഒരു ആലിമീങ്ങളെ നിസാരപ്പെടുത്തുന്നവന്റെ മക്കൾ, ഒരു സയ്യിദന്മാരെ കുറവാക്കുന്നവന്റെ മക്കൾ, ഒരു ഔലിയാക്കളെ നിസാരപ്പെടുത്തുന്നവന്റെ മക്കൾ ഒരിക്കലും ആ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യില്ല, ആഖിറത്തിലും ദുനിയാവിലും ഫലം ചെയ്യില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കണം. അതുകൊണ്ടാണ് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈമാനികമായി ദുനിയാവിലുള്ള എല്ലാ മുഅ്മിനീങ്ങളുടെ ഈമാനും മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനും തുലനം ചെയ്തു നോക്കുന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ഘനമുള്ളത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനാണ്. അതിന് കാരണം അചഞ്ചലമായ അല്ലാഹുവിലുള്ള വിശ്വാസവും അതോടൊപ്പം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തും ആ ഒരു സ്നേഹവുമാണ്. ഇസ്രാ മിഅ്റാജ് നടന്ന് കേവലം 3 മണിക്കൂറോ അല്ലെങ്കിൽ 5 മിനിറ്റോ പല അഭിപ്രായ വ്യത്യാസങ്ങളും പണ്ഡിതന്മാര് പറയുന്നുണ്ടെങ്കിലും പ്രബലമായ അഭിപ്രായം 3 മണിക്കൂർ, രാത്രിയിലുള്ള 3 മണിക്കൂർ ഇസ്രാ മിഅ്റാജ് നടന്നു. അത്ഭുത സംഭവം നടന്ന് പിറ്റേ ദിവസം മക്കയിലുള്ള മുശ്രിക്കീങ്ങൾ, ഖുറൈശികൾ സിദ്ദീഖുൽ അക്ബറിനോട് ഈ ഒരു സംഭവം പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇതുവരെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്ന സിദ്ദീഖുൽ അക്ബർ നിങ്ങൾ വിശ്വസിച്ചിരുന്നു. ഇതാ നിങ്ങളുടെ മുഹമ്മദ് ഇപ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്. കിലോമീറ്ററുകളോളം യാത്ര ചെയ്യേണ്ട, മാസങ്ങളോളം യാത്ര ചെയ്യേണ്ട മസ്ജിദുൽ അഖ്സയുടെ ചാരത്തേക്ക് രാത്രിയുടെ അല്പസമയം അതാ ആ സമയത്ത് അവിടത്തേക്ക് പോയി മടങ്ങി വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, എന്റെ ഹബീബായ മുത്തുനബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയായിരിക്കും, എനിക്കതിൽ യാതൊരു സംശയമേ ഇല്ല. അങ്ങനെയുള്ള ഒരു സ്നേഹം, അങ്ങനെയുള്ള ഒരു വിശ്വാസം സിദ്ദീഖുൽ അക്ബറിന്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് അമ്പിയാക്കൾ കഴിഞ്ഞാൽ ലോകത്തുള്ള ആളുകളുടെ ഈമാന് മുഴുവനും തുലാസിന്റെ ഒരു തട്ടിൽ തൂക്കിയാൽ സിദ്ദീഖുൽ അക്ബറിന്റെ ഈമാന് മറ്റൊരു തട്ടിൽ തൂക്കിയാൽ അതിന് ഘനമുണ്ടാകാനുള്ള കാരണം ഈ മഹബത്താണ്, ഈ വിശ്വാസമാണ്. പല ആളുകളും പറയും അവർ നമസ്കരിക്കുന്നുണ്ട്, നിസ്കാരമല്ലേ ശ്രേഷ്ഠത? ശരിയാണ്. തടി കൊണ്ടെടുക്കപ്പെടുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അസ്വലാത്തു, നിസ്കാരമാണെങ്കിലും അതിനേക്കാളും പവറുള്ള ഒന്നുണ്ട്, മനസ്സിലുള്ള ഈമാൻ. അത് ഏതെല്ലാം മേഖലകളിലുണ്ട്? അല്ലാഹുമായിട്ടുള്ള വിശ്വാസത്തിലുണ്ട്, അമ്പിയാക്കളുമായ വിശ്വാസത്തിലുണ്ട്, ഔലിയാക്കളുമായി ബന്ധപ്പെട്ടതിലുണ്ട്, ഇൽമിന്റെ അഹ്ലുകാരുമായി ബന്ധപ്പെട്ടതിലുണ്ട്. എല്ലാ നിലക്കും ഒരു മനുഷ്യന്റെ വിശ്വാസം മനസ്സിൽ ഊട്ടി ഉറപ്പിച്ചതിന് ശേഷമാണ് നമസ്കാരത്തിനിക്ക് ശ്രേഷ്ഠത ലഭിക്കുക. മനസ്സിൽ ഈമാനില്ലാതെ ഒരൊറ്റ സയ്യിദന്മാരെ നിസാരപ്പെടുത്തിക്കൊണ്ട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തു ചൊല്ലിയാൽ അതിൽ വലിയ ഫലം കാണില്ല. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ ഔലിയാക്കളെ നിസാരപ്പെടുത്തിക്കൊണ്ട് ആലിമീങ്ങളെ തരം താഴ്ത്തിക്കൊണ്ട് ഒരാള് ദിവസം മുഴുവനും ഖുർആൻ ഓതിയാൽ അതിന് വലിയ ഫലം ചെയ്യൂല.
അതുകൊണ്ട് നമ്മുടെ മനസ്സിലുള്ള വിശ്വാസം ക്ലിയർ ആയിരിക്കണം. അതിന് അല്ലാഹുമായിട്ടുള്ള വിശ്വാസം എങ്ങനെയാണെന്ന് പഠിക്കണം. അല്ലാഹുവിന്റെ മലക്കുകളുമായിട്ടുള്ള വിശ്വാസം പഠിക്കണം. അംബിയാ മുർസലീങ്ങളുമായിട്ടുള്ള വിശ്വാസം പഠിക്കണം. അത് മാത്രമല്ല, അതിന്റെ ശാഖാപരമായി ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലുള്ള വിശ്വാസങ്ങൾ ശരിക്ക് പഠിച്ച് മനസ്സിൽ ഉറപ്പിക്കാതെ ബാഹ്യമായി നാം ചെയ്യുന്ന അമലുകളൊന്നും ആ വിശ്വാസം ക്ലിയർ ആവാതെ, ആ മനസ്സിലുള്ള സ്വഭാവം ചിന്ത ശരിയാവാതെ അത് ഫലം ചെയ്യൂല. അതുകൊണ്ടാണ് പല ആളുകളും പറയാറുള്ളത്, ഞാനതാ പലപ്പോഴും പല സയ്യിദന്മാരരികിലേക്കും ഞാൻ പോയി, ദുനിയാവിലുള്ള എല്ലാ തങ്ങന്മാരരികിലേക്കും ഞാൻ പോയി, പക്ഷേ എന്ത് കിട്ടാനാ? എന്റെ ജീവിതത്തിൽ ഞാൻ ഉദ്ദേശിച്ച കാര്യം എല്ലാ സ്ഥലത്ത് സ്വലാത്തിനെ സംബന്ധിച്ചിട്ടും എനിക്കത് ഫലം ചെയ്തിട്ടില്ല എന്ന് പലരും പറയാറുണ്ട്. ഈമാൻ കുറഞ്ഞ ആളുകൾ. അതിന് കാരണം എന്താണെന്നറിയോ? മനസ്സിന്റെ ഉള്ളിലുള്ള വിശ്വാസം അത് ശരിയായിട്ടില്ല. നല്ല സ്നേഹവും ബഹുമാനവും ഒന്നാമതായി മനസ്സിൽ വേണം, ബാഹ്യമായും വേണം. അതോടൊപ്പം അതിലുപരി മനസ്സിന്റെ ഉള്ളിൽ വേണം. നബി തങ്ങളെ കാലത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന് പറയുന്ന മുനാഫിഖിന്റെ നേതാവ് ഉണ്ടായിരുന്നു. അയാളെ ബാഹ്യമായ പ്രകടനം എന്തൊരു അഭിനയമായിരുന്നു. നിസ്കാരത്തിലേക്ക് ജമാഅത്തിന് മുത്തുനബി വരുമ്പോ ആ മനുഷ്യൻ പറയുമായിരുന്നു സ്വഹാബത്തിനോട്, നിങ്ങൾ ശരിക്ക് സ്വഫ് ശരിയാക്കി അച്ചടക്കത്തിൽ നിൽക്കുക. ദഖല അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പ നബി തങ്ങൾ വരുന്നുണ്ട്. തങ്ങൾ ഇപ്പ വരുന്ന നേരെ നിക്കി. ആര് പറയുന്നത്? മുനാഫിഖീങ്ങളുടെ നേതാവ്. മനസ്സില് വിശ്വാസം ശരിയായിട്ടില്ല. ഒന്നാമതായി വേണ്ടത് അതാണ് ബഹുമാനം. ഒന്നാമതായിട്ട് ഉണ്ടാവേണ്ടത് അതാണ്. മനസ്സിൽ ആത്മാർത്ഥമായ സ്നേഹവും ബഹുമാനവും വേണം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് പുതിയ അധ്യായ വർഷത്തിലേക്ക് നാം കാലെടുത്ത് വെക്കുകയാണ്. നമ്മുടെ മക്കളെയെല്ലാം സ്കൂളിലേക്ക് അയക്കുകയാണ്, മദ്രസകളിലേക്ക് അയക്കുകയാണ്. മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, ഒരൊറ്റ ഔലിയാക്കളെയോ ഒരൊറ്റ സയ്യിദന്മാരെയോ ഒരു വാപ്പ ഉമ്മ ഒരു ഉമ്മ വാപ്പ മാതാപിതാക്കളെ നിസാരപ്പെടുത്തിയാൽ അവരെ മക്കള് നന്നാകൂല. അവരെ മക്കൾക്ക് നാഫിയായ ഇൽമ് കിട്ടൂല, അവര് ശരിയായ ദിശയിൽ പോകൂല. അതുകൊണ്ടാണ് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിനിൽ ഗസ്സാലി റഹിമഹുല്ലാഹ് അവിടുത്തെ ലോക പ്രശസ്ത ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന കിതാബിൽ പറഞ്ഞത്, നിന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഉസ്താദ് അധ്യാപകൻ അവന് ശരിയായവനാണോ എന്ന് നീ ശരിക്ക് ആലോചിക്കണം. നിന്റെ മക്കളെ അഡ്മിഷൻ നടത്തുന്നതിന് മുമ്പ് തന്നെ ആ ഉസ്താദ് എന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അർഹരാണോ എന്ന് മാതാപിതാക്കൾ നിങ്ങൾ ശരിക്കും ആലോചിക്കണം. കാരണം ഇന്ന ഹാദൽ ഇൽമദീൻ, ഈ പഠിക്കുന്നത് ദീനാണ്, ഈ പഠിക്കുന്നത് ദീനാണ്. ഈ മക്കള് നിങ്ങൾക്ക് ആഖിറത്തിൽ ഉപകാരം ചെയ്യാനാണ്. അതുകൊണ്ട് 1-ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ നടത്തുന്നതിന് മുമ്പ് ഇപ്പൊ പല സ്ഥലത്തും സ്കൂളുകൾ തുടങ്ങിയിട്ടുണ്ട്. അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ ചിലപ്പോൾ ബിദ്അത്തിന്റെ അഹ്ലുകാരായിരിക്കും, ചിലപ്പോൾ പുത്തനാശയക്കാരായിരിക്കും, ചിലപ്പോൾ അവരുടെ വിശ്വാസം ശരിയായിരിക്കൂല. അങ്ങനെയുള്ള ആളുകളുടെ അരികിലേക്ക് ഒരിക്കലും നിങ്ങളെ മക്കളെ നിങ്ങൾ അയക്കാൻ പാടില്ല. ആ
പഠിപ്പിക്കുന്ന ആള് ശരിയായ വിശ്വാസത്തിന്റെ അഹലുകാരായിരിക്കണം, സുന്നത്ത് ജമാഅത്തിന്റെ അഹലുകാരായിരിക്കണം. അല്ലാതെ പുത്തനാശയക്കാരനായ ഒരു അധ്യാപകന്റെ അരികിൽ നിന്ന് മക്കള് പഠിച്ചാൽ ആ മക്കള് നിനക്ക് ഫലം ചെയ്യൂല. കാരണം ഈ പഠിക്കുന്നത് ദീനാണ്. ഇന്ന് ഭൗതികമായ സ്കൂളുകളിൽ തന്നെ മദ്രസകളുണ്ട്. പല സ്ഥലത്തും മദ്രസകൾ പഠിപ്പിക്കുന്നത് പഴച്ച ആശയക്കാരാണ്. മാത്രമല്ല, നിങ്ങൾ അന്വേഷിച്ചു നോക്കിയാൽ ഈ മംഗലാപുരത്തിന്റെ പരിസരത്ത് തേർലഘട്ട ഭാഗത്ത് പല അധ്യാപകന്മാരും പുത്തനാശയക്കാരാണ്. നമ്മുടെ മക്കള് ഭാവിയിൽ തല തിരിഞ്ഞവനാകുന്നത്, പഴച്ച ആശയക്കാരാകുന്നത് ആ പുത്തനാശയക്കാര് നമ്മളെ മക്കളെ പഠിപ്പിച്ചതുകൊണ്ട്. നല്ല ഭൗതികമായ വിദ്യാഭ്യാസം വേണം, അത്യാവശ്യമാണ്. അതിന്റെ പേര് പറഞ്ഞിട്ട് പല അധ്യാപകന്മാരും നിങ്ങളറിയാതെ നിങ്ങളെ മക്കളുടെ മനസ്സിലേക്ക് മരിച്ച വീട്ടിൽ ഖുർആൻ ഓതാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന അധ്യാപകന്മാരുണ്ട്. എല്ലാവരും സ്കൂൾ മാത്രമാണല്ലോ പഠിപ്പിക്കുന്നത്. അത് മാത്രം പഠിപ്പിച്ചാൽ പ്രശ്നമില്ല. അതിന്റെ ഇടക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെറിയ മക്കളെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഇന്ന് ആളുകൾക്ക് കാണുമ്പോൾ ഒരു ടൈ ഇട്ടിട്ട് പാന്റും ഷർട്ടും എല്ലാം ഇട്ടിട്ട് വിദ്യാഭ്യാസം വേണം എന്ന് പറയുന്നവരാണ്. ആവശ്യമാണ്, കാലത്തിനുള്ള വിദ്യാഭ്യാസങ്ങൾ വേണം. അവിടെ ശരിക്ക് നിങ്ങളുടെ രക്ഷിതാക്കളുടെ ഉത്തരവാദിത്വമാണ്. ഇവിടെ സയ്യിദന്മാർ നേതൃത്വം നൽകുന്ന ഇംഗ്ലീഷ് മീഡിയങ്ങൾ പല സ്ഥലത്തുമുണ്ട് പരിസരത്ത്. അവിടെയാണ് നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടത്. ചിലപ്പോ ഭൗതിക വിദ്യാഭ്യാസം ലേശം കുറഞ്ഞാലും അവര് ഭാവിയിൽ നമ്മൾ മരിച്ചാൽ യാസീൻ ഓതാൻ അവിടെ ഉണ്ടാകും. അതാണല്ലോ നമുക്ക് വലുത്. നമ്മുടെ മക്കളെ നാം ആഗ്രഹിക്കുന്നത്, വളർത്തുന്നത് അതിനു വേണ്ടിയാണല്ലോ. അത് തന്നെയാണല്ലോ ഇന്ന് പല രക്ഷിതാക്കളും കരയുന്നത്. എന്റെ മക്കൾ നന്നാകാൻ ദുആ ചെയ്യണം തങ്ങളെ എന്ന് പറഞ്ഞ് സയ്യിദ് അവറുകളുടെ അരികിലേക്ക് എത്ര ആളുകളാ വരുന്നത്. പല ഉമ്മമാരും വന്ന് തങ്ങളോട് പറയുന്നത്, എന്റെ പെൺമക്കൾ നന്നാകാൻ വേണ്ടി ദുആ ചെയ്യണം തങ്ങളെ. പല സ്ഥലത്തും നിങ്ങൾ പത്രമാധ്യമങ്ങൾ കണ്ടവരാണ്. സുബ്ഹാനല്ലാഹ്, ഒരു മാസം മുമ്പ് ഒരു നാട്ടില്, കേരളത്തിൽ ഒരു സ്ഥലത്തതാ ഒരു ചെറുപ്പക്കാരനായ ഒരാളെ കാണുന്നില്ല. കാണാതായപ്പോ ആ നാട്ടിലുള്ള സംഘടനാ പ്രവർത്തകർ, സന്നദ്ധ സംഘടനാ പ്രവർത്തകരതാ ആ ചെറുപ്പക്കാരനെ അന്വേഷിക്കാൻ വേണ്ടി നാട്ടിലുള്ള എല്ലാ വീടും തെരഞ്ഞു നോക്കിയപ്പോ ആ ചെറുപ്പക്കാരനെ കാണുന്നില്ല. അങ്ങനെ തെരഞ്ഞു നോക്കുമ്പോ അവര് ഒരു വീട് കണ്ടെത്തി. ആ വീട്ടില് പ്രായമായ ഒരു ഉമ്മയും ഉപ്പയും മരണപ്പെട്ടിട്ട് ദിവസങ്ങളായി പോയി. അവിടെ മക്കളില്ല. ചെറുപ്പക്കാരൊക്കെ സോഷ്യൽ മീഡിയകളിൽ കണ്ടതാണ് ഈ വാർത്ത. പ്രായമുള്ളവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ്. എങ്ങനെയുള്ള മാതാപിതാക്കളാണെന്നറിയോ? നമ്മളൊക്കെ അധ്വാനിച്ചിട്ട് ലക്ഷക്കണക്കിന് പൈസ, നമ്മുടെ 1 ലക്ഷം വരുമാനത്തിന്റെ ഏകദേശം 75% ഞാനും നിങ്ങളും ചെലവഴിക്കുന്നത് മക്കളെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ്. മക്കൾക്ക് വസ്ത്രം വാങ്ങാനാണ്, മക്കൾക്ക് നല്ല ഭക്ഷണം കൊടുക്കാനാണ്. വിദേശ രാജ്യങ്ങളിലടക്കം ചോര നീരാക്കി അധ്വാനിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണ്. ആ മക്കള് ഭാവിയിൽ സ്വന്തം മാതാപിതാക്കളെ ഒഴിവാക്കുന്നു. ആ കേരളത്തില് ആ ചെറുപ്പക്കാരനെ അന്വേഷിച്ച് നോക്കിയപ്പോ ഒരു പുര കണ്ടെത്തി. ആ പുരയിൽ ആരുള്ളതാ? വയസ്സായ ഉമ്മയും ഉപ്പയും മരണപ്പെട്ടിട്ട് ദിവസങ്ങളായി ചീഞ്ഞു നാറാണ്. സുബ്ഹാനല്ലാഹ്, ഇത് അമേരിക്കയിൽ നടന്ന സംഭവമല്ല,
കേരളത്തിൽ നടന്ന സംഭവമാണ്. അതുപോലെ തന്നെ ഈ തൊട്ടടുത്ത് തന്നെ, ഞാൻ ആ സ്ഥലത്തിന്റെ പേര് പറയുന്നില്ല, ഒരു കടയിലേക്ക്, ഒരു പീടികയിലേക്ക്, ഫാൻസി കടയിലേക്ക് ഞാൻ കയറി ചെന്നപ്പോ ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ സാധാരണയായി ചോദിച്ചു, സുഖമാണോ? ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ ഭാര്യയും മക്കളും എന്നെ ഒഴിവാക്കി ഉസ്താദേ, നിങ്ങൾ ദുആ ചെയ്യണമെന്ന് മാത്രമല്ല, ഇടക്കിടക്ക് എന്റെ പീടികയിലേക്ക് നിങ്ങൾ വരണം, സാധനം വാങ്ങാനല്ല, എന്നോടൊന്ന് സംസാരിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് വരണം. സുഖമാണോ എന്ന് ചോദിച്ചപ്പോ എനിക്ക് കരച്ചിൽ വന്നതാണ്. ഞാൻ 20ഓളം വർഷമായി ഗൾഫിൽ അധ്വാനിച്ചിട്ട് ഇവിടെ ഞാൻ പീടിക ഉണ്ടാക്കിയതാണ്, ഒരു ഫാൻസിയുടെ കട ഉണ്ടാക്കിയതാണ്. എന്റെ ഭാര്യക്കും മക്കൾക്കും ഇപ്പൊ ഞാൻ രോഗിയായപ്പോ എനിക്ക് സ്വന്തം വണ്ടിയുണ്ട്, കാറുണ്ട്, ഓട്ടാൻ കഴിയുന്നില്ല, 2 വീലറുണ്ട്, ഓട്ടാൻ കഴിയുന്നില്ല, ഞാൻ ബസ്സിലാണ് വരിക. എന്റെ മകനോട് ഞാൻ പറഞ്ഞു എന്റെ കൂടെ ഒന്ന് കടയിലേക്ക് വരണം, പക്ഷേ മകൻ അതിന് തയ്യാറല്ല. രക്ഷിതാക്കളെ, ഉമ്മമാരെ, എവിടെയോ നമുക്ക് പഠിച്ചിട്ടുണ്ട്. നമ്മൾ സ്കൂളുകൾ എത്രയോ കൊടുക്കുന്നുണ്ട്, വസ്ത്രങ്ങൾ എത്രയോ കൊടുക്കുന്നുണ്ട്, ഭക്ഷണങ്ങൾ എത്രയോ കൊടുക്കുന്നുണ്ട്. ഈ അടുത്താണ് അല്ലാഹു നമുക്ക് ഇത്രയും വലിയ സൗകര്യങ്ങൾ തന്നത്. ഞാൻ തന്നെ, എനിക്കിപ്പോ 30 ചില്ലാനം വയസ്സേ ആയിട്ടുള്ളൂ. ഞാൻ തന്നെ ചെറുപ്പത്തിൽ സ്കൂളിലേക്ക് പോകുമ്പോ എനിക്ക് ബാഗില്ലായിരുന്നു, എനിക്ക് ശരിക്ക് വസ്ത്രമില്ലായിരുന്നു. ഈ അടുത്ത് 10-20 കാലങ്ങൾക്ക് ശേഷമാണ് അല്ലാഹു ഇത്രയും വലിയ ഐശ്വര്യവും ബറക്കത്തും നമുക്ക് തന്നത്. അതെല്ലാം നമ്മൾ അധ്വാനിച്ചിട്ട് നമ്മളെ മക്കൾക്ക് ചെലവഴിക്കുന്നു, നമ്മളെ മക്കൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നു. പക്ഷേ ഒരൊറ്റ മക്കളും, കൂടുതലും പറഞ്ഞാൽ 99% മക്കളും ഇന്ന് മാതാപിതാക്കളെ പരിഗണിക്കുന്നില്ല. ഉറപ്പാണിത്, നിങ്ങൾ അന്വേഷിച്ചു. പ്രായമുള്ള ആളുകളോട് നിങ്ങൾക്ക് എന്തെങ്കിലും ബേജാറുണ്ടാന്ന് ഒറ്റക്കിരുത്തി ചോദിച്ചാൽ അവർ പറയും, ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വിദേശ രാജ്യത്തിലടക്കം അധ്വാനിച്ച് എന്റെ മക്കളെ പോറ്റി വളർത്താൻ വേണ്ടി ഉറങ്ങാത്ത രാത്രികളുണ്ട്. പക്ഷേ അത്രയും സ്നേഹം കൊടുത്തിട്ടും മക്കൾക്ക് തിരിച്ച് സ്നേഹമില്ല. എന്തുകൊണ്ട്? എവിടെയോ പഴച്ചിട്ടുണ്ട്. പഴയ കാലത്തുള്ള പ്രായമുള്ള തലയിക്കെട്ട് കെട്ടിയ തൊപ്പി വെച്ച നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളെ മാതാപിതാക്കളോട് നിങ്ങൾക്ക് എത്ര സ്നേഹമായിരുന്നു. അവർക്കന്ന് നിങ്ങൾക്ക് ശരിയായ വീട് തരാൻ കഴിഞ്ഞിട്ടില്ല, ഭക്ഷണം തരാൻ കഴിഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് സ്കൂളിലേക്ക് പോയിട്ടില്ല, നിങ്ങൾക്ക് പോകാൻ നല്ല വസ്ത്രങ്ങൾ ഉണ്ടായിട്ടില്ല. എന്നാലും ആ ബാപ്പാന്റെ ഖബറിലേക്ക് ഇന്നും ഫാത്തിഹ ഓതുന്ന പ്രായമുള്ള ആളുകൾ നമ്മുടെ ഈ നാട്ടിലും പരിസരത്തുമുണ്ട്. എനിക്കറിയാം, വെള്ളിയാഴ്ച പോയാലും നിങ്ങളെ ബാപ്പന്റെ ഖബറിന്റെ അരികിലേക്ക് പ്രായമുള്ളവർ വന്നിട്ട് അതാ യാസീൻ ഓതുന്ന പലരുമുണ്ട്. ഒരു സ്വലാത്ത് നടക്കുമ്പോ പ്രായമുള്ള ആളുകൾ 100 രൂപ സംഭാവന ചെയ്തിട്ട് ആദ്യം പറയുക, എന്റെ ഉമ്മ ബാപ്പാക്ക് ദുആ ചെയ്യണം ഉസ്താദേ, എന്റെ ഉമ്മ ബാപ്പാക്ക് മരിച്ച് ഖബറിലുള്ളവർക്ക് നിങ്ങൾ എപ്പോഴും ദുആ ചെയ്യണം ഉസ്താദേ എന്നാണ് പള്ളിയിലുള്ള ഉസ്താദുമാരോട് പ്രായമുള്ള ആളുകൾ പറയുക. പക്ഷേ ആ ഉമ്മ ബാപ്പ ശരിക്ക് നിങ്ങൾക്ക് വസ്ത്രം തന്നിട്ടില്ല, അവർക്കത് കഴിഞ്ഞിട്ടില്ല. അവർ നിങ്ങൾക്ക് ശരിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അവർ നല്ലൊരു ബാഗ് നിങ്ങൾക്ക് വാങ്ങിച്ച് തന്നിട്ടില്ല. എന്നാലും നിങ്ങൾക്ക് ആ മാതാപിതാക്കളെ ഓർമ്മയുണ്ട്. പക്ഷേ
ഇന്ന് ലക്ഷക്കണക്കിന് രൂപ നമ്മുടെ മക്കൾക്ക് ചെലവഴിച്ചിട്ട്, ലക്ഷക്കണക്കിന് രൂപ നമ്മുടെ മക്കളുടെ സ്കൂളിന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിച്ചിട്ട്, ആ മക്കൾ ഒരു ഡിഗ്രി പാസ്സായാൽ, ഒരു എഞ്ചിനീയർ ആയാൽ, ഒരു ഡോക്ടർ ആയാൽ, ഒരു വിദേശത്ത് ജോലി കിട്ടിയാൽ, ഒരു ബിസിനസ്സുകാരനായാൽ, ഈ അധ്വാനിച്ച ഉമ്മയെയും ബാപ്പയെയും ആ മക്കള് പരിഗണിക്കുന്നില്ല. രക്ഷിതാക്കളെ, ചെറുപ്പക്കാരെ, എന്തോ ഒരു കുറവ് വന്നിട്ടുണ്ട്, എന്തോ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട്. അതിന് നമ്മളൊരു പരിഹാരം കാണണം. അതിന് ശരിക്ക് തല പുകഞ്ഞ് ആലോചിക്കണം. വിദ്യാഭ്യാസം കൊടുക്കുന്നതോടൊപ്പം അവർക്ക് ശർഈയായ ഇൽമ് ശരിക്ക് കൊടുക്കണം. കൊടുക്കുക മാത്രമല്ല, എന്റെ കിടാവ്, എന്റെ കുട്ടി പഠിപ്പിക്കുന്ന മദ്രസയിൽ എന്റെ മക്കൾക്ക് പഠിപ്പിക്കുന്ന ഉസ്താദ് ആരാണ്, എന്റെ മക്കൾക്ക് സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ ആരാണ്, അവന് ശരിയായ വിശ്വാസത്തിന്റെ അഹ്ലുകാരനാണോ എന്ന് ചിന്തിക്കണേ. നബവി ഇമാമടക്കം പല പണ്ഡിതന്മാരും പറഞ്ഞു, ഇന്ന ഹാദൽ ഇൽമദീൻ, ഈ ഇൽമദീന ഫൻദുറൂ, നിങ്ങൾ ശരിക്ക് ആലോചിക്കണേ. ആ ഇൽമ് ആരിൽ നിന്നാണ് നിങ്ങളെ മക്കള് പഠിക്കുന്നതെന്ന്, നിങ്ങൾ പഠിക്കുന്നതെന്ന് ശരിക്ക് ചിന്തിക്കണേ. ചെറിയ മക്കളടക്കം രക്ഷിതാക്കളായ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഇന്ന് പല ഉമ്മമാരും പറയുന്നു, ഉസ്താദ് സ്കൂള് തുടങ്ങാൻ ഇപ്പൊ തുടങ്ങി, ഒരു മാസം മുമ്പ് പറഞ്ഞു സ്കൂള് തുടങ്ങാൻ ഒരു മാസം ഉണ്ട്, മദ്രസ സുബൈന്ന് മോന്തിയോളാക്കു വരാൻ. ഔത്തുപദ്രത്തിൽ കഴിയുന്നില്ല, സ്വന്തം മക്കളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. സ്കൂള് തുടങ്ങി മതിയാട്ടി, എന്ത് പഠിക്കണമെന്നല്ല, ഊടുന്നൊരിക്ക പോട്ടു, ഓർക്ക് മൊബൈൽ നോക്കണം. അല്ലെങ്കിൽ രക്ഷിതാക്കളായ നാമാണ് നമ്മുടെ മക്കളുടെ ഒന്നാമത്തെ അധ്യാപകർ, നമ്മുടെ മക്കളുടെ ഒന്നാമത്തെ പഠനശാല ഉമ്മാന്റെ മടിത്തട്ടാണ്. ആ പ്രാഥമികമായ മടിത്തട്ടാണ് ഒന്നാമത്തെ മദ്രസ. ആ മദ്രസയിൽ ആ ചെറിയ കിടാവ് എന്തെല്ലാം കണ്ടു പഠിക്കുന്നുണ്ടോ, എന്തെല്ലാം പ്രാക്ടിക്കലായി മനസ്സിലേക്ക്, കുഞ്ഞിന്റെ മനസ്സിലേക്ക് പതിയുന്നുണ്ടോ, അതാണ് കുട്ടിയിലെ ഏറ്റവും ഫലം ചെയ്യുക. അതുകൊണ്ട് രക്ഷിതാക്കളെ, ഒന്നാമതായി നന്നാകേണ്ടത് ചെറുപ്പക്കാരായ നമ്മളെപ്പോലെയുള്ള രക്ഷിതാക്കളാണ്. അതിരാവിലെ സ്വന്തം മക്കളെ മദ്രസയിലേക്ക് പറഞ്ഞേക്കുന്ന ഉമ്മമാരുണ്ട്. പക്ഷേ ആ മക്കളെ പറഞ്ഞേച്ചിട്ട് പിന്നീട് കിടന്നുറങ്ങുകയാണ് ഉമ്മമാർ. പണ്ടത്തെ ഉമ്മമാരങ്ങനെയല്ല. ഇന്നതാ സ്വന്തം മക്കളെ മദ്രസയിലേക്ക് അയച്ചിട്ട് കിടന്നുറങ്ങുന്ന പല ഉമ്മമാരുണ്ട്. ഈ സദസ്സിൽ എങ്ങനെ ഉണ്ടാകൂല? പല സ്ഥലത്തുമുണ്ട്. പല രക്ഷിതാക്കളും നിസ്കരിക്കുന്ന സമയത്ത് കടന്റെ അരികിൽ ഏതെങ്കിലും ഒരു ആലിമിനെ കുറ്റം പറയുന്നവരാ, ഏതെങ്കിലും ഒരു സയ്യിദിനെ കുറ്റം പറയുന്നവരാ, ഏതെങ്കിലും ഒരു ഔലിയാക്കളെ നിസാരപ്പെടുത്തുന്നവരാ. എന്നിട്ട് മക്കളെ മദ്രസയിലേക്ക് പറഞ്ഞേക്കുകയാ. മഹാന്മാര് പറഞ്ഞു, നിന്റെ മക്കൾ ഒരു കാലത്തും നന്നാകൂല. നന്നാകൂലെന്ന് മാത്രമല്ല, നിന്റെ ശരിയായ ജീവിതം ആദ്യമായിട്ടാണ് ഒന്നാമത്തെ മദ്രസയിൽ നിന്റെ മക്കളെ കാണുന്നത്. ഉസ്താദായത് നീയാണ്, ടീച്ചറായത് നിന്റെ ഭാര്യയാണ്. ഈ രണ്ടാളുകളുടെ പ്രവർത്തനങ്ങളാണ് കുട്ടിയതാ മനസ്സിലാക്കുക. ആ സമയത്ത് നിന്റെ ഓരോ ദൈനംദിന പ്രവർത്തനങ്ങൾ നന്നാകാതെ നിങ്ങളെ മക്കൾക്ക് ഏത് വലിയ കലാലയത്തിൽ കൊണ്ടുപോയി ഉന്നത വിദ്യാഭ്യാസം കൊടുത്താലും ആ മക്കള് ഭാവിയിൽ ഭാവിയിൽ നിനക്ക് ഫലം ചെയ്യൂല.
നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഉസ്താദേ, എന്റെ മകന് വെള്ളിയാഴ്ച സ്വലാത്തിന് വരാൻ വേണ്ടി നിങ്ങൾ പറയണം. ഈ മനുഷ്യനതാ പേടി എന്റെ തിണ്ണയിലിരുന്നിട്ട് സയ്യിദന്മാരെ കുറ്റം പറയുന്നവനാണ്. ആ മക്കള് പിന്നെ നന്നാകൂലെന്ന് മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ആഖിറത്തിൽ പോയിട്ട് ആ മാതാപിതാക്കളെ കുറിച്ച് മക്കള് പറയുമത്രേ, റബ്ബനാ അരിനല്ലദൈനി അദല്ലാനാ നജ്ഹൽഉമാ തഹത അഖ്ദാമിനാ. ഞങ്ങളെ ഉമ്മ ബാപ്പയെ ഒന്ന് കാണിച്ചതാ രക്ഷിതാവേ. പടച്ച റബ്ബേ, എന്റെ ഉമ്മാനെ ഒന്ന് കാണിച്ചതാ, എന്റെ ബാപ്പാനെ ഒന്ന് കാണിച്ചതാ. എന്തിനാണെന്നറിയോ? നജ്അൽഹുമാ തഹത അഖ്ദാമിനാ. ഞാൻ എന്റെ ഉമ്മാന്റെ നെഞ്ഞത്തൊന്ന് ചവിട്ടട്ടെ, ഞാൻ എന്റെ ബാപ്പാന്റെ നെഞ്ഞത്തൊന്ന് ചവിട്ടട്ടെ. എന്തിനാണെന്നറിയോ? എനിക്ക് എന്റെ ഉമ്മ ബാപ്പ ലക്ഷക്കണക്കിന് രൂപയുടെ വസ്ത്രം തന്നിട്ടുണ്ട്, അതിനല്ല. എന്റെ ഉമ്മ നല്ല ഭൗതികമായ വിദ്യാഭ്യാസം ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്, അതിനല്ല. പിന്നെന്തിനാണ്? എനിക്ക് ശരിയായ ദീനിയായ ചുറ്റുപാടുകൾ എനിക്ക് പഠിപ്പിക്കാനോ അതിന് കാണിച്ചു തരാനോ എന്റെ ഉമ്മ ബാപ്പ ഒരുങ്ങിയിട്ടില്ല. അതുകൊണ്ട് എന്റെ ഉമ്മാനെ കാണിച്ചു തരൂ, എന്റെ ബാപ്പാനെ കാണിച്ചു തരൂ. ഞാനൊന്ന് ചവിട്ടട്ടെ, ലിയകൂന മിനൽ അസ്ഫലീൻ. അവരങ്ങ് നരകത്തിന്റെ അടിത്തട്ടിലാവട്ടെ. എന്നെ നരകത്തിലേക്ക് ഇടുന്നതിന് മുമ്പ് അവരെ ഒന്ന് നരകത്തിലേക്ക് ഇടൂ അല്ലാഹ് എന്ന് നമ്മുടെ ഓമന മക്കൾ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് പോറ്റി വളർത്തിയ നമ്മുടെ മക്കൾ, അതിരാവിലെ കൈപിടിച്ച് സ്കൂളിലേക്ക് കൊണ്ടുപോയ നമ്മുടെ സ്വന്തം മക്കള്, അത് ആയിരക്കണക്കിന് രൂപയുടെ ബാഗുകൾ വാങ്ങിക്കൊടുത്ത നമ്മുടെ മക്കള്, അവരുടെ ബർത്ത്ഡേ ഫംഗ്ഷനിന് ആയിരക്കണക്കിന് രൂപ ചെലവാക്കിയിട്ട് നല്ല ഡെക്കറേഷൻ വെച്ചിട്ട് ആ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി സ്നേഹത്തോടെ ചുംബനം കൊടുത്ത ആ മക്കള് ആയിരക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് സ്വന്തം മക്കളെ കല്യാണത്തിന് ആർഭാടങ്ങളെല്ലാം ചെലവഴിച്ചിട്ട് മക്കളെ കല്യാണം സന്തോഷത്തോടെ കാണാൻ വേണ്ടി ആഗ്രഹിച്ച ഞാനും നിങ്ങളും നാളെ കരയേണ്ടി വരും. രക്ഷിതാക്കളെ, ഉമ്മമാരെ, നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെയാണ്. അതിനാണ് ഈ ആത്മീയമായ മജ്‌ലിസ്. അതുപോലെ മാസങ്ങൾക്ക് മുമ്പ് മറ്റൊരു അനുഭവം പറയട്ടെ. കേരളത്തിൽ ഒരു ബാപ്പാന അടിച്ചു കൊന്നു. ഒരു ബാപ്പാന സ്വന്തം മകനതാ കൈകൊണ്ട് അടിച്ചു കൊലപ്പെടുത്തി. സാംസ്കാരിക കേരളത്തിലാ, ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പല നിരീക്ഷകന്മാരും പറഞ്ഞ കേരളത്തിലാ സ്വന്തം ഉപ്പാന അടിച്ചു കൊന്നു. എന്തിനാണ്? സമ്പത്തിന്റെ വിഷയത്തിലുള്ള തർക്കമാ. ബാപ്പാന്റെ അധ്വാനത്തിന്റെ ഫലമായിട്ടുള്ള ഏക്കറക്കണക്കിന് സ്ഥലങ്ങള് എന്റെ പേരിൽ എന്റെ ബാപ്പ എഴുതി തന്നില്ല എന്നതിന്റെ പേരിലതാ സ്വന്തം ബാപ്പാന അടിച്ചു കൊന്നു. ഇന്നാ ലില്ലാഹ്. കേരളത്തിൽ നടന്ന സംഭവമാണ് ഇത്. നമ്മളെ നാട്ടിലേക്കും വന്നുകൂടാന്ന് പറയാൻ പറ്റൂല. എത്ര അധ്വാനിക്കുന്നു, എത്ര നയിക്കുന്നു. എന്തിനാണെന്ന് ചോദിച്ചാൽ എന്റെ മക്കൾക്ക് അവർ നല്ല റാഹത്തിൽ കഴിയണം. ഉസ്താദെ, നാളെ ഞാൻ മരിച്ചാലും മക്കൾക്ക് നല്ല തോട്ടം വേണം, 2 ഫ്ലാറ്റ് ഉണ്ടാക്കി. എന്തിന്? ഒന്നെന്റെ മോന്റെ പേരിൽ എഴുതാനാണ്, പിന്നൊന്ന് എന്റെ മകളെ പേരിൽ എഴുതാനാണ്. സന്തോഷം തന്നെ. മക്കൾക്കൊക്കെ സ്വത്തുണ്ടാക്കി കൊടുക്കുന്നത് നല്ലത് തന്നെ. അവർക്ക് ആവശ്യമായ സ്വത്തുകളൊക്കെ കൊടുക്കണം, നല്ലത് തന്നെ. അതിനേക്കാൾ ഉപരിയായി ആദരവായ ഹബീബ് നബി തങ്ങൾ പഠിപ്പിച്ച കാര്യമുണ്ട്. മുറുസ്സബിയ ബിസ്സലാ
ഇദാ ബലഗ 7 സിനീന വഇദാ ബലഗ 10 സിനീന ഫളിബൂഹു അലൈഹാ. നിന്റെ മക്കളോട് പറയൂ സ്വഹാബ, ജനങ്ങളെ പറയൂ, കൽപ്പിക്കൂ, ഓമന മക്കളോട് പറയൂ. അല്ലാഹുവിന്റെ റസൂൽ എത്ര സുന്ദരമായി പറഞ്ഞു, ഇദാ ബലഗ 7 സിനീന, അവർക്ക് 7 വയസ്സായാൽ അവരെ ബർത്ത്ഡേ ആഘോഷിക്കാൻ നല്ല 500 രൂപയുടെ 1000 രൂപയുടെ കേക്ക് ഓർഡർ ചെയ്യാനല്ല, 7 വയസ്സായാൽ അവരോട് നിസ്കരിക്കാൻ പറയൂ സ്വഹാബ. ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പറഞ്ഞു, ഒരു വഖത്തിന് 3 പ്രാവശ്യം പറയൽ നിർബന്ധമാണ്. എങ്ങനെ ളുഹുറാന്ന സമയത്ത് 7 വയസ്സായ കിടാവിനോട് പറയണം, ഉമ്മ അല്ലെങ്കിൽ ബാപ്പ, അല്ലെങ്കിൽ ഏൽപ്പിക്കപ്പെട്ട ഉമ്മാമ ഉപ്പാപ്പ രക്ഷിതാവ്, ആ മക്കളെ കാര്യം നിയന്ത്രിക്കുന്ന രക്ഷകർത്താവ് പറയണം, 7 വയസ്സായാൽ നിസ്കരിക്കൂ മോനെ, നിസ്കരിക്കൂ മോനെ. അവൻ നിസ്കരിക്കുന്നില്ലെങ്കിൽ പിന്നെയും പറയണം, 3 പ്രാവശ്യം പറയൽ നിർബന്ധമാണ്. അതിന് 3 പ്രാവശ്യം കഴിഞ്ഞിട്ടും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിസ്കരിക്കുന്നത് വരെ പറയൽ സുന്നത്താണ്, അടിക്കാൻ പാടില്ല. 10 വയസ്സ് വരെ സ്വന്തം കിടാവാണെങ്കിലും മക്കളാണെങ്കിലും നിസ്കരിക്കാത്തതിന്റെ പേരിലാണെങ്കിലും നിങ്ങൾക്ക് സ്വന്തം മക്കളെ അടിക്കാൻ പടച്ച റബ്ബ് പെർമിഷൻ തരുന്നില്ല. ബലഗ 10 സിനീന, 10 വയസ്സായിട്ട് നിന്റെ സ്വന്തം മകള് സ്വന്തം മകന് നിസ്കരിക്കുന്നില്ലേ, അല്ലാഹുവിന്റെ ഹബീബ് മുത്തുനബി പറയുന്നു, ഫളിബൂഹു അലൈഹാ, നീ ഒന്നടിക്കൂ മനുഷ്യ. 10 വയസ്സായാൽ അടിക്കണം, നിർബന്ധമാണ്. നല്ല മക്കൾ അടിച്ചിട്ട് നിസ്കരിപ്പിക്കണം 10 വയസ്സ്. അതിനു മുമ്പ് ഒരുപാട് കാര്യങ്ങളുണ്ട്. മഹാനായ സൈനുദ്ദീനുൽ മഖ്തൂം തങ്ങൾ അവിടുത്തെ കിതാബില് പറഞ്ഞില്ലേ, സ്വന്തം ഉമ്മാര് സ്വന്തം ബാപ്പയാര് എന്ന് മക്കൾക്ക് പഠിപ്പിക്കുന്നതിന് മുമ്പ് പഠിപ്പിക്കേണ്ടത്, അവരെ മനസ്സിലേക്ക് കടത്തേണ്ടത്, അല്ലിമു ഔലാദകും മഹബ്ബത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപ്പാന്റെ പേര് അബ്ദുള്ള, ഉമ്മാന്റെ പേര് ആമിന. ജനനം മക്കത്ത്, വഫാത്ത് മദീനത്ത്. 63 വയസ്സ് ജീവിച്ചു, 53 വയസ്സ് മക്കയില, 10 വയസ്സ് മദീനയില, 40ാമത്തെ വയസ്സിലാ നബിയായത്. അതിനു മുമ്പും സുരക്ഷിതനായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വന്തം മക്കൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കൽ രക്ഷിതാവിന്റെ ബാധ്യതയാണ്. ഈ ഒരു കുറവുണ്ട്. അതോടൊപ്പം നമ്മുടെ ജീവിതം, രക്ഷിതാക്കളായ നമ്മുടെ ജീവിതം അത് ശരിയായ ദിശയിലല്ല. എന്റെ പോലാണോ ഓരോ ബാപ്പമാർ ചൊല്ലോണം. നമുക്കങ്ങനെ ചെല്ലാൻ കഴിയില്ല. ഞാൻ എങ്കു ബെടക്കായി, നീ എങ്ക് നല്ലായി, അങ്ങനെ പറയാൻ പറ്റും. എന്നെ കണ്ട് പഠിക്കുന്നു പറയണം. ആ പറയണെങ്കില് നമ്മൾ നന്നാകണം, നമ്മൾ 5 വക്ത് നിസ്കരിക്കണം, നമ്മൾ സുന്നത്തുകൾ ചെയ്യണം. പറയുന്നതിലുപരി ഒരു മനുഷ്യന്റെ പ്രവർത്തനമാണ് ഫലം ചെയ്യുക. അതുകൊണ്ടാണ് നിങ്ങൾക്കറിയില്ലേ, അല്ലാഹു നമ്മളെ ഹിദായത്താക്കാൻ വേണ്ടി പറഞ്ഞയച്ചത് 1,24,000 അംബിയാ മുർസലീങ്ങളാണ്. അതിൽ 313 പേരാണ് മുർസലുകളുള്ളത്. ബാക്കി മുഴുവനും നബിമാരാണ്. എന്താ വ്യത്യാസം? നബി റസൂൽ തമ്മിലുള്ള വ്യത്യാസം എന്താ?
നബി എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ വക്കൽ നിന്ന് കിട്ടിയ ആ വഹി അനുസരിച്ച്, ആ ശരീഅത്ത് അനുസരിച്ച് അയാൾ ജീവിക്കുക. അതാണ് നബി എന്ന് പറഞ്ഞാൽ. മറ്റുള്ളവർക്ക് വഅദ് പറഞ്ഞു കൊടുക്കൽ, പ്രബോധനം അയാൾക്ക് ബാധകമല്ല. അയാൾ ശരിക്ക് ജീവിച്ചാൽ മതി. അതാണ് നബി എന്ന് പറയുന്നത്. റസൂൽ എന്ന് പറഞ്ഞാലോ, ആ നബിയാകുന്നതിന് പുറമെ അയാൾക്കൊരു എക്സ്ട്രാ ഡ്യൂട്ടി ഉണ്ട്. ജനങ്ങളെ നന്നാക്കണം, തബ്ലീഗ്, ജനങ്ങൾക്ക് ഈ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കണം. 1,24,000 അംബിയാ മുർസലീങ്ങളിൽ 313 പേര് മാത്രമാണ് മുർസൽ. ബാക്കിയുള്ളവർ മുഴുവനും നബിമാരാണ്. മഹാന്മാർ കിതാബുകളിൽ ചർച്ച ചെയ്യുന്നു. ഈ നബിമാരെ കൊണ്ട് ഇവിടെ എന്താണ് കാര്യം? അവര് ജീവിക്കുന്നതൊരു കാര്യം, എന്നാലും ജനങ്ങൾക്ക് എന്തുപകാരം? അതിന് പണ്ഡിതന്മാർ ശരിക്ക് മറുപടി കിതാബുകളിൽ പറഞ്ഞു. അതിന് വലിയ ഫലമുണ്ട്. ഒരാളുടെ വഅദിനെക്കാളും ഫലം ചെയ്യുക അയാളുടെ നിസ്വാർത്ഥമായ ജീവിതമാണ്. ഒരാള് പറയുന്നതിനേക്കാളും കൂടുതൽ ജനങ്ങൾക്ക് ഫലം ചെയ്യുക അയാളുടെ ജീവിതമാണ്. ആ ജീവിതം കണ്ടുകൊണ്ട് എത്രയോ നന്നാകും. അതുകൊണ്ടല്ലേ മഹാനായ ശൈഖുനാ മഞ്ഞനാടി ഉസ്താദ്, ശൈഖുനാ സജിഫ് ഉസ്താദ്, ശൈഖുനാ താജുൽ ഉലമാ, മഹാനായ നൂറുൽ ഉലമാ വർഷങ്ങൾ ഇവിടെ ജീവിച്ചിട്ട് അവരുടെ ജീവിതം കണ്ടുകൊണ്ട് തന്നെ എത്ര ആളുകൾ നന്നായവരുണ്ട്. മഹാനായ താജുശ്ശരിയ അവിടുത്തെ ജീവിതം കണ്ടാൽ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു ഈമാനികമായ ഭയം തോന്നുമല്ലോ. അതവരുടെ ആത്മീയമായ ചൈതന്യമാ. അവര് നീണ്ട മണിക്കൂറുകളോളം വഅദ് പറയണമെന്നില്ല. അവരൊരു സദസ്സിലിരുന്നാൽ തന്നെ നമുക്കൊരു മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉമ്മ ബാപ്പ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് മക്കളെ മുമ്പിലും അല്ലാത്തപ്പോഴും നമ്മുടെ ജീവിതം നന്നാക്കല. ഞാൻ അവസാനിപ്പിക്കട്ടെ. നാം ഇപ്പൊ ഉള്ളത് ദുൽഖഅദ മാസത്തിലാണ്. അവിടെ അതിന് വരാൻ പോകുന്നത് ദുൽഹിജ്ജ മാസമാണ്. ലക്ഷക്കണക്കിന് ഹാജിമാർ കഅബന്റെ ചാരത്തിലേക്ക് യാത്രവാകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന സമയമാണ്, അല്ലെങ്കിൽ ഒരുങ്ങുന്ന സമയമാണ്. അല്ലാഹു അവർക്കും നമുക്കും മഖബൂലായ ഹജ്ജും ഉംറയും ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുത്തെ പരിശുദ്ധമായ റൗള സിയാറത്ത് ചെയ്യുവാനും ഞങ്ങൾക്ക് ഈ ബഹുമാന്യരായ തങ്ങളവറുകളുടെ ബറക്കത്ത് കൊണ്ട്, ഈ മജ്ലിസിന്റെ ബഹുമാനം കൊണ്ട് നീ തൗഫീഖ് നൽകണമല്ലാഹ്, തൗഫീഖ് നൽകണമല്ലാഹ്. സന്തോഷത്തിന്റെ ദിവസമാണ് പെരുന്നാൾ. എല്ലാവരും സന്തോഷിക്കേണ്ട ഒരു ദിവസം. നമ്മുടെ വേവലാദികൾ, വിഷമങ്ങൾ പറഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് ഹാജിമാർ പരിശുദ്ധമായ കഅബന്റെ ചാരത്തിലേക്ക് പോകുന്നു. അവരുടെ മാത്രം പ്രയാസം പറയാനല്ല. അൽ ഹുജ്ജാജു വഫ്ദുല്ലാഹി, ഹാജിമാർ മുഴുവനും അല്ലാഹുവിലേക്കുള്ള നിവേദന സംഘങ്ങളാണ്. ലോകത്തുള്ള മുഅ്മിനീങ്ങളുടെ പ്രയാസം പറയാനാണ് അവര് പോകുന്നത്. അവരതാ മുസ്ദലിഫയിലുണ്ട്, അറഫയിലുണ്ട്, മിനയിലുണ്ട്. അങ്ങനെ പല സ്ഥലത്തും അല്ലാഹുവിനോട് ദുആ ചെയ്ത് അല്ലാഹു അവരെ ദുആ ഖബൂൽ ചെയ്തിട്ട് ലോകത്തുള്ള മുസ്ലിങ്ങൾക്ക് മുഴുവനും സന്തോഷിക്കാൻ വേണ്ടി പറയുകയാണ്. നിങ്ങൾ തിന്നോളൂ, കുടിച്ചോളൂ, നല്ല വസ്ത്രം ധരിച്ചോളൂ, കുടുംബ ബന്ധം പുലർത്തിക്കോളൂ, അല്ലാഹുവിനിക്ക് തക്ബീർ ചൊല്ലിക്കോളൂ, നല്ല മൃഗങ്ങൾ അറുത്തിട്ട് സ്വതക്ക ചെയ്തോളൂ, ദാനം ചെയ്തോളൂ. അതാണ് പെരുന്നാൾ. പെരുന്നാളിന്റെ ഒന്നും നോമ്പിടിക്കൽ ഹറാമാണ്. അല്ലാഹു ലക്ഷക്കണക്കിന് ഹാജിമാരെ ദുആ സ്വീകരിച്ചിട്ട് എല്ലാ മുഅ്മിനീങ്ങൾക്കും കൊടുത്തൊരു അനുഗ്രഹമാണ് പെരുന്നാൾ.
പെരുന്നാളിന്റെ കുടുംബ ബന്ധം പുലർത്തുക, തക്ബീറുകൾ ചൊല്ലുക, കഴിവുള്ള ആളുകൾ മൃഗങ്ങൾ അറുത്തു കൊടുക്കുക, നല്ല സുന്നത്താണ്. അഹ്സിനൂ ലഹായാകും ഫഇന്നഹാ മതായാകും യൗമൽ ഖിയാമ. നിങ്ങൾ നല്ല മൃഗത്തെ ശരിക്ക് ഉളുഹിയത്ത് അറുത്തു കൊടുത്തോ, ഫഇന്നഹാ മതായാകും യൗമൽ ഖിയാമ. സിറാത്ത് പാലത്തിലൂടെ നിങ്ങൾക്ക് അതാ യാത്ര പോകാനുള്ള വാഹനമായിട്ട് നിങ്ങൾ അറുത്തു കൊടുത്ത മൃഗം വരുമെന്ന് ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിയുന്ന ആളുകളെല്ലാം അറുത്തു കൊടുക്കണം. നല്ല സുന്നത്താണ്. അറുക്കാൻ ഉദ്ദേശിക്കുന്ന ആള് ഉദ്ദേശിച്ചതിന് ശേഷം ദുൽഹിജ്ജ 1 ശേഷം 1 മുതൽ ശരീരത്തിലുള്ള നഖം, മുടി, രക്തം നീക്കൽ ചെയ്യൽ കറാഹത്താണ്, കാരണമില്ലാതെ. 1 മുതൽ തന്നെ നല്ല. ഒരാള് ദുൽഹിജ്ജ 5 ഉദ്ദേശിച്ചത്, എത്രത്തോളം അയാൾക്ക് ഉദ്ദേശമില്ലായിരുന്നു. ഞാൻ അറുത്തു കൊടുക്കണമെന്നൊന്നും ഉദ്ദേശമില്ല, 5 തീരുമാനിച്ചു, ഞങ്ങൾക്കൊരു പോത്തിന് അറുത്തു കൊടുക്കണം. എന്നാ ഉദ്ദേശിച്ച ദിവസം മുതൽ ശരീരത്തിലുള്ള നഖം, മുടി, രക്തം കാരണമില്ലാതെ നീക്കം ചെയ്യൽ കറാഹത്താണ്. ഉഗറെടുത്തില്ലെങ്കിൽ ചിലപ്പോ ഇങ്ങനെ തടിയിലെല്ലാം ചൊറി വരും. മുടി ശരിക്കുക എടുത്തില്ലെങ്കിൽ ചൊറിഞ്ഞിട്ട് ചിലപ്പോ വേറെ ചൊറിയെല്ലാം വരും. എന്തെങ്കിലും എടുക്കാം, കാരണമില്ലാതെ നീക്കം ചെയ്യാൻ പാടില്ല, കറാഹത്താണ്. അപ്പൊ വലിയ ഒരു സൽക്കർമ്മമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് 100ഓളം ആടുകളെ ഉദ്ഹിയത്ത് അറുത്തു കൊടുത്തിട്ടുണ്ട്. ഹബീബായ തങ്ങൾ 97ഓളം സ്വന്തം കൈകൊണ്ട് അറുത്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളാണ് അറുത്തത്. പല റിപ്പോർട്ടുകളും കാണാം. അത് കഴിവുള്ള ആളുകൾക്ക് സുന്നത്താണ്. ഒരു കുടുംബത്തിൽ ഒരു വീട്ടിൽ കുറെ ആളുകളുണ്ടെങ്കിൽ എന്തായാലും സുന്നത്താണ്, ശക്തിയായ സുന്നത്താണ്. ഞാൻ സുദീർഘമായി മസ്അല പറയുകയല്ല. കഴിവുള്ള ആളുകൾ അറുത്തു കൊടുക്കണം. ഏറ്റവും ശ്രേഷ്ഠത ഒരു ഒട്ടകമാണ്. 2ാം സ്ഥാനം പശു, മാടാണ്. 3ാം സ്ഥാനം ആടാണ്. ഒരാൾ കേട്ട് അന്ന് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മലക്ക് അള്ളാഹുവിൽ നിന്ന് ഇറക്കി കൊടുത്തത് ആടൽ. അപ്പൊ എന്താ ഒട്ടകം ശ്രേഷ്ഠതായ ഉളിയത്ത് കൊടുക്കാൻ ഏറ്റവും നമ്പർ 1 ഒട്ടകം. ഒരാള് ഒരു ഒട്ടകം കൊടുക്കുക, അതാണ്. 2ാം സ്ഥാനം ഒരാള് ഒരു പശു, പോത്ത്, മൂരി എല്ലാം പെട്ട് അത് അറുത്തു കൊടുക്കുക. 3ാം സ്ഥാനം ഒരാട് അറുത്തു കൊടുക്കുക. പിന്നെ 4ാം സ്ഥാനമാണ് ഒട്ടകത്തില് ഷെയറാവാം. മാക്സിമം 7 ആളുകൾ വരെ ഷെയറാവാം. ഒട്ടകത്തിലും പശു, പോത്തിലും. 2 ആൾക്കും കൊടുക്കാം. ഒരൊട്ടകം 2 ആൾക്ക്, 3 ആൾക്കും കൊടുക്കാം, 4 ആൾക്ക്, 5 ആൾക്ക്, 6 ആൾക്ക്, ഏറിയ 7 ആൾ. അതിനപ്പുറം ഇല്ല. 7 ആൾ തന്നെ വേണമെന്നില്ല. ഒരു പശു തന്നെ ഒരാള് 7 ആൾ കൂടി അറുത്തു കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഒരാൾ തന്നെ ഒരു പശു കൊടുക്കലാണ്. അപ്പൊ ഒരാള് ചോദ്യം കേട്ടി. അന്ന് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറുക്കാൻ വേണ്ടി വരുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ഇറക്കി കൊടുത്തത് ആടാണല്ലോ, പിന്നെ ഒട്ടകത്തെ ശ്രേഷ്ഠ. അല്ലാഹു ആലം. അത് ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് ഒട്ടകത്തിലാണല്ലോ കൂടുതൽ മാംസം ഉണ്ടാവുക. ഉളുഹിയത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, എല്ലാവർക്കും മാംസം എത്തണമെന്നല്ല. അപ്പൊ അതുകൊണ്ടായിരിക്കും. അല്ലാഹു ആലം. അപ്പൊ അത് കഴിയുന്ന ആളുകളെല്ലാം അറുത്തു കൊടുക്കണം. നമുക്ക് തുച്ഛമായ
വരുമാനം കൊണ്ട് ജീവിക്കാൻ വരുമാനമുണ്ട്, ഒരാട് കൊടുക്കാനല്ല ഒരു 12,000 15,000 രൂപ പൈസ ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. നല്ല ഒരു ശ്രേഷ്ഠമായ ഒരു ഇബാദത്താണ് അത്. അതിന്റെ കാര്യങ്ങളെല്ലാം പിന്നീട് നിങ്ങൾ ചോദിച്ച് പഠിക്കണം. ഞാൻ ആ വിഷയത്തിലേക്ക് ഇടക്ക് വെച്ച് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സുന്നത്താക്കിയ ഒരു കർമ്മമാണ് അത്. അതുപോലെ പെരുന്നാൾ, വലിയ പെരുന്നാൾ, ആ പെരുന്നാളിന് നല്ല ഭക്ഷണമുണ്ടാക്കല് നല്ലതാണ്. വീട്ടില് അതൊക്കെ നമ്മൾ ഉണ്ടാക്കും. എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിവിന്റെ പരമാവധി നല്ല ഭക്ഷണങ്ങൾ കൊടുക്കുക, വീട്ടിൽ വന്നവരെ ആദരിക്കുക. അതുപോലെ പെരുന്നാളിന്റെ തക്ബീറുകൾ, സാധാരണ ഇന്ന് വെള്ളിയാഴ്ച പഴയ കാലം പോലെയല്ല, മിമ്പറിലേക്ക് കേറിയ പിന്നെയും ആൾക്കാർ വരുന്നില്ല. ചിലപ്പോ നമുക്കെല്ലാം പേടിയാകും, 40 ആളെ കൊണ്ട് നിർത്തിയ ജുമ സഹിയാവോ? കാരണം അൽഹംദുലില്ലാഹ് എന്ന് തുടക്കത്തിൽ ഹംദ് പറയുമ്പോ 10 ആളുണ്ടാകുന്ന പള്ളിയിലുണ്ട്. ചിലപ്പോൾ 40 ആളുകൾ നിർത്തിയ ജുമ ആണെങ്കിൽ 40 ആളും ഹംദ് കേൾക്കണല്ലോ. അത് കേൾക്കാനുള്ള ആളില്ല, 10 ആളുണ്ടാകുന്ന ചിലപ്പോൾ. പിന്നെയാണ് അവർ സലാം പെട്ടി പിന്നെ പോവും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു വഅദ് കേൾക്കാനേ അവർക്ക് സമയമില്ല. നമ്മളെ മക്കളെല്ലാം ഇന്ന് വഴിതെറ്റിപ്പോയി. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. രക്ഷിതാക്കളായ നാം ഓരോരുത്തരും അങ്ങനെ സ്വന്തം മക്കളുടെ മുമ്പിൽ മാതൃകാപരമായ ജീവിതം നയിച്ചുകൊണ്ട് അവർക്ക് ദീനിയായ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു അതിനിക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു സഫലീകരിച്ചു തരട്ടെ. ഈ മജ്ലിസിൽ വന്നെത്തിയ എല്ലാവരുടെ എല്ലാ പ്രയാസങ്ങള്, ബുദ്ധിമുട്ടുകള്, രോഗങ്ങള് അല്ലാഹു ദൂരീകരിച്ചു തരട്ടെ. നമുക്കെല്ലാം അല്ലാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്ത് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ അല്ലാഹു അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അവിടുത്തെ മനസ്സിലുള്ള സർവ്വ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. പ്രത്യേകിച്ച് എനിക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണമെന്ന വസിയത്തോടെ വാക്കുകൾക്ക് വിരാമം. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.